അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഖ്തസർ 55. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി. പിന്നെ വഹുവ ലർബാനി ഹഖീഖിയ്യുൻ നഹ്വു ആലിമുൽ ഗൈബി വശഹാദത്തി ഐ കുല്ലി ഗൈബിൻ വശഹാദത്തി വഉറുഫിയ്യുൻ നഹ്വു ജമഅൽ അമീറു അസ്സാഗത്ത ഐ സാഗത്ത ബലദിഹി ഔ മംലകത്തിഹി. വസ്തിഗ്റാഖുൽ മുഫ്രദി അശ്മലു ബിദലീലി സിഹ്ഹത്തി ലാ റിജാല ഫിദ്ദാരി ഇദാ കാന ഫീഹാ റജുലുൻ ഔ റജുലാനി ദൂന ലാ റജുല വലാ തനാഫിയ ബൈനൽ ഇസ്തിഗ്റാഖി വ ഇഫ്റാദിൽ ഇസ്മി ലിഅന്നൽ ഹർഫ ഇന്നമാ യദ്ഖുലു അലൈഹി മുജറദൻ അൻ മഅനൽ വഹിദ വലിഅന്നഹു ബിമഅനാ കുല്ലി ഫർദിൻ ലാ മജ്മൂഇൽ അഫ്റാദി വലിഹാദാ ഇംതനഅ വസ്ഫുഹു ബിനഅത്തിൽ ജംഇ. പിന്നെ അല്ലാഹ്, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ബയാനിക്കാരുടെ അടുക്കൽ തഅരീഫിന്റെ ലാമ് രണ്ട് കിസ്മാണ് എന്നാണ്. ഒന്ന് ലാമുൽ അഹ്ദിൽ ഖാരിജിയായ അഹ്ദിന്റെ ലാമ്. രണ്ടാമത്തെ കിസ്മ് ലാമുൽ ഹഖീഖത്ത്. ഒന്നാമത്തെ കിസ്മായ ഖാരിജിയായ അഹ്ദിന്റെ ലാമ് അത് മൂന്ന് കിസ്മാണ്: സ്വരീഹിയ്യ്, കിനാഇയ്യ്, ഇൽമിയ്യ്. ഇൽമിയ്യില് രണ്ട് നൗഉണ്ട്: ഹുദൂരിയും ഹുദൂരിയ്യ് അല്ലാത്തതും. ഹുദൂരിയ്യ് അല്ലാത്തത് മുഖാത്തബിന് പറയാതെ തന്നെ അറിയാവുന്നത്, ഇദ്ഹുമാ ഫിൽ ഖാർ എന്ന് പറയും പോലെ. അത് ഇൽമിയ്യ് എന്ന് പറയും ബയാനിക്കാരുടെ അടുക്കൽ. നഹ്വികളുടെ അടുക്കൽ ഹുദൂരിയിന് ഹുദൂരിയ്യ് എന്നും മറ്റതിന് ദിഹിനിയും എന്നാണ് പറയുക. ബയാനിക്കാരുടെ അടുക്കൽ ഉള്ള ഇൽമിയ്യ് അത് ഹുദൂരിയും ഹുദൂരി അല്ലാത്തതും പെടും. നഹ്വികളുടെ അടുക്കൽ ആ ഇൽമിയ്യിന് ഒന്ന് ഹുദൂരിയും എന്നും പറയും, മറ്റതിന് ദിഹിനിയ് എന്നും പറയും. ഇൻഷാ അല്ലാഹ് അത് പിന്നീട് ചർച്ച ചെയ്യാം. രണ്ടാമത്തെ കിസ്മ് ഹഖീഖത്ത്, ലാമുൽ ഹഖീഖത്ത്. അതിന്റെ തഹത്തിൽ 4 കിസ്മുണ്ട്. ഒന്ന് ലാമുൽ ഹഖീഖത്ത് മിൻ ഹൈസു ഹിയ, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ജിൻസിന്റെ ലാമു എന്നും അതിന് പറയും. രണ്ടാമത്തത് ദിഹിനിയായ അഹ്ദിന്റെ ലാമ്. 3 ഹഖീഖിയായ ഇസ്തിഗ്റാഖിന്റെ ലാമ്. 4 ലാമുൽ ഇസ്തിഗ്റാഖുൽ ഉറുഫിയായ ഇസ്തിഗ്റാഖിന്റെ ലാമ്. ആ ഇസ്തിഗ്റാഖിന്റെ ലാമിനെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. വഹുവ എന്ന് പറഞ്ഞാൽ ഈ ഇസ്തിഗ്റാഖ്, അയ്യൽ ഇസ്തിഗ്റാഖ് ലർബാനി, രണ്ട് ഓഹരിയാണ്. ഹഖീഖിയ്യുൻ, ഒന്ന് ഹഖീഖിയ്യ് ആണ്. ഹഖീഖിയ്യ് എന്ന് പറഞ്ഞാൽ വഹുവ ഹഖീഖിയ്യ് അൻ യുറാദ കുല്ലു ഫർദിൻ
മിമ്മാ യതനാവലുഹുൽ ലഫ്ളു ബിഹസ്ബിൽ ലുഗത്തി വഹുവ ഹഖീഖി എന്ന് പറഞ്ഞാൽ അയുറാദ കുല്ലു ഫർദിൻ എല്ലാ ഓരോ ഫർദുകളെയും ഉദ്ദേശിക്കപ്പെടലാണ്. മിമ്മാ യതനാവലുഹുൽ ലഫ്ളു ലഫ്ളു ഉൾപ്പെടുത്തുന്ന മഅനയിൽ നിന്ന് എല്ലാ ഫർദിനെയും ഉദ്ദേശിക്കപ്പെടുക. ബിഹസ്ബിൽ ലുഗത്തി ലുഗത്തടിസ്ഥാനത്തിൽ ലഫ്ളു ഉൾപ്പെടുത്തുന്ന മഅനയിൽ നിന്ന് എല്ലാ ഫർദിനെയും ഉദ്ദേശിക്കപ്പെടുക. ഇവിടെ ബിഹസ്ബിൽ ലുഗത്തി എന്ന് പറഞ്ഞത് ഒരു തംസീൽ മാത്രമാണ്. നീ ബിഹസ്ബിൽ ലുഗത്തി അവിടെ എന്നും പറയാ അവി ശർഇ അവിൽ ഇസ്തിലാഹി എന്ന് കൂട്ടിക്കൊടുക്കാം. കാരണം ഇവിടെ ബിഹസ്ബിൽ ലുഗത്തി എന്ന് പറഞ്ഞോടത്ത് ദസൂക്കി പറയുന്നു, അതൊന്ന് വായിക്കാം ഇൻഷാ അല്ലാഹ്. ഫീഹി നളറുൻ ബിഹസ്ബിൽ ലുഗത്തി എന്ന് പറഞ്ഞതിൽ എന്തുണ്ട്? നളറുണ്ട്. ലിഅന്നഹു യഖ്തദി ബിഹസ്ബിൽ ലുഗത്തി എന്നത് മനസ്സിലാക്കുന്നു, തേടുന്നു. അന്നഹു ഇദാ ഉരീദ കുല്ലു ഫർദിൻ മിമ്മാ യതനാവലുഹുൽ ലഫ്ളു ബിഹസ്ബി വളഇ ശർഇ ശർഇന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ലഫ്ളു ഉൾപ്പെടുത്തുന്ന ഓരോ ഫർദിനെയും ഉദ്ദേശിച്ചാൽ, ഇപ്പൊ ശർഇ സ്വലാത്തിന് ഒരു മാന ശർഇ ഉളഇ ചെയ്തു. അപ്പോൾ ശർഇന്റെ അഹ്ലുകാര് അവിടെ സ്വലാത്ത് കൊണ്ട് എല്ലാ ഫർദിനെയും ഉദ്ദേശിക്കൽ അതും എന്താണ്? ഹഖീഖിയാണല്ലോ. ഔ ബിഹസ്ബിൽ ഉറൂഫിൽ ഖാസി അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗം തീരുമാനിച്ച അടിസ്ഥാനത്തിൽ ലഫ്ളു ഉൾപ്പെടുത്തുന്ന എല്ലാ ഫർദുകളെയും ഉദ്ദേശിക്കപ്പെട്ടാൽ ലാ യകൂനുൽ ഇസ്തിഗ്റാഖു ഹഖീഖിയൻ ഇസ്തിഗ്റാഖ് ഹഖീഖി ആവുകയില്ലല്ലോ. യഥാർത്ഥത്തിൽ വലൈസ കദാലിക അങ്ങനെയല്ല, അത് ഹഖീഖിയുമാണ്. ബൽ ഇദാ ഉരീദ ബിസ്വലാത്തി അത് ശർഇന്റെ അഹ്ലുകാര് സ്വലാത്ത് എന്നതിനെ വളഇ ചെയ്തത് ചില തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്ന ചില അഫ്ആല് അഖ്വാല്, അതാണ് സ്വലാത്ത്. ഇദാ ഉരീദ ബിസ്വലാത്തി ജമീഉ അഫ്റാദിഹ ആ സലാത്ത് കൊണ്ട് സലാത്തിന്റെ എല്ലാ അഫ്റാദിനെയും ഉദ്ദേശിക്കപ്പെട്ടാൽ നളറൻ ഇലാ വളഇ ശർഇ ശർഇന്റെ തീരുമാനത്തിലേക്ക് നോക്കിയിട്ട് ശർഇ വളഇ ചെയ്തത് സ്വലാത്തിന് ഒരു പ്രത്യേകമായ നാക്കാണ്. ഔ ബിൽ ഫാഇലി അല്ലെങ്കിൽ ഫാഇലി എന്ന ലഫ്ള് കൊണ്ട് ഉദ്ദേശിച്ചാൽ ജമീഉ അഫ്റാദിഹി ഫാഇലിന്റെ എല്ലാ അഫ്റാദിനെയും ഉദ്ദേശിച്ചാൽ, ഫാഇൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നഹ്വീങ്ങൾ അതിനെ വളഇ ചെയ്തത് ഇസ്മുൻ ഔ മാ ഫീ തഅ്വീലിഹി ഉസ്നിദ ഇലൈഹി ഫിഇലുൻ ഔ മാ ഫീ മഅനാഹു എങ്ങനത്തെ ഫീല് മുഖദ്ദമുൻ അസ്ലിയുൽ മഹല്ലി വസീഹത്തീന. ഇതാണ് ഫാഇലിനെ നഹ്വീങ്ങൾ വളഇ ചെയ്തത്. അപ്പൊ നഹ്വീങ്ങൾ എടുക്കൽ കുല്ലു ഫാഇലിൻ അൽ ഫായിലു മർഫൂ എന്ന് പറഞ്ഞ ഏത് ഫായിലും പെടും. ഈ ഫായില് ഉൾക്കൊള്ളിക്കുന്ന ഏത് അഫ്റാദും അതിൽ ഉൾപ്പെടും. അത് എന്താണ്? ഹഖീഖിയായ ഇസ്തിഗ്റാഖ് തന്നെയാണത്. അതാണ് ഔ ബിൽ ഫാഇലി ജമീഉ അഫ്റാദി നളറൻ ഇലാ വളഇൻ നുഹാത്തി നഹ്വീങ്ങളുടെ വളഇലേക്ക് നോക്കിയിട്ട് യകൂനുൽ ഇസ്തിഗ്റാഖു ഹഖീഖിയൻ അവിടെയും ഇസ്തിഗ്റാഖ് ഹഖീഖിയാകുമല്ലോ. പിന്നെ ബിഹസ്ബിൽ ലുഗത്തി എന്ന് മാത്രം ശാരിഹ് പറഞ്ഞത് എന്തുകൊണ്ട് എന്നാണ്. ഫലൗല അൻ യഖൂല അപ്പൊ ശാരിഹിന് ഏറ്റവും നല്ലത് അൻ യഖൂല ബിഹസ്ബിൽ വളഇ എന്ന് പറയല. അപ്പൊ ലുഗത്തിന്റെ വളഉം പെട്ടു, ശർഇന്റെ വളവും അതിൽപ്പെട്ടു. അതുപോലെ തന്നെ ഒരു ഉറുഫ് ഖാസ്, ഒരു ഖാസായ ഉറുഫിന്റെ അഹ്ലുകാരുടെ വളവും പെട്ടു. അപ്പൊ ബദല കൗലിഹി ബിഹസ്ബിൽ ലുഗത്തി ഹസ്ബുൽ ലുഗത്ത് എന്നതിന് പകരമായിട്ട് ബിഹസ്ബിൽ വളഇ എന്ന് പറയലായിരുന്നു നല്ലത്.
അപ്പൊ ലുഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ലഫ്ള് ഉൾപ്പെടുത്തുന്ന എല്ലാ അഫ്റാദും മാത്രമല്ല ശർഇന്റെ അടിസ്ഥാനത്തിലും ശർഇന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലും ആ ലഫ്ള് ഉൾപ്പെടുത്തുന്ന എല്ലാ അഫ്റാദിനെ ഉദ്ദേശിക്കുമ്പോഴും അതുപോലെ തന്നെ ഒരു പ്രത്യേക വിഭാഗമായ നെഹ്ബീങ്ങളുടെ വലഇന്റെ അടിസ്ഥാനത്തിലുള്ള ആ ലഫ്ള് ഉൾപ്പെടുത്തുന്ന എല്ലാ മഅനയെ ഉൾക്കൊള്ളിച്ചാലും അതെന്ത് തന്നെയാണ്? ഹഖീഖിയായ ഇസ്തിഗ്റാഖാണ്. അപ്പോൾ ഒന്നിരിക്കൽ ബി ഹസ്ബിൽ ലുഗത്തി എന്ന് പറഞ്ഞത് ഒരു ഉദാഹരണം മാത്രം, അവിടെ മറ്റു നമ്മൾ ചേർത്തി കൊടുത്താൽ മതി. ബി ഹസ്ബിൽ ലുഗത്തി അവി ശർഇ അവിൽ ഇസ്തിലാഹി. അതുപോലെ തന്നെ അത് ഹഖീഖിയായ മഅനയും ആവണമെന്നുമില്ല, മജാസിയായ മഅനയും ആവാം. അഅമ്മ മിൻ യകൂന ബിഹസ്ബിൽ മഅനൽ ഹഖീഖി അവിൽ മജാസി. മജാസിയായ മഅനനെ ഉൾക്കൊള്ളിച്ചാലും അതിന് ഇസ്തിമാൽ ചെയ്താലും എല്ലാം അവിടെയും ഇസ്തിഗ്റാഖ് ഹഖീഖിയാകും. അതെങ്ങനെ? ഇവിടെ ജമ്മുൽ ജവാമി 1-ാം ജുസ് 407-ാം പേജിൽ വസ്സഹീഹു അന്നഹു ആം, അതായത് ഇസ്തിഗ്റാഖ് ഖദ് യകൂനു മജാസൻ ബിഅൻ യഖ്തരിന ബിൽ മജാസി അദാത്തു ഉമൂമിൻ നഹ്വു ജാഅനിൽ ഉസൂദുർ റുമാത്ത് ഇല്ലാ സൈദൻ അൽ ഉസൂദുർ റുമാത്ത്. ഇവിടെ എന്തുണ്ട്? റുമാത്ത് റാമിന്റെ ജമ്മ്. ഫീനവി റാമിൻ ദുത്തിറാദിൻ ഫുഅല, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ദുത്തിറാദിൻ ഫീനവി റാമിൻ ദുത്തിറാദിൻ ഫുഅല. അപ്പോ റുമയത്ത് റാമിൻ പോലത്തതില് ഫുഅലത്തെന്നോസിനാണ് മുത്തരിതായിട്ടുള്ളത്. വശഅനഹു കാമിലിൻ വോ കാമല. ഇവിടെ എന്താണ്? എറിയുന്ന നരികൾ വന്നു. അൽ ഉസൂദ് അൽ മുഅറഫ് എന്താണത്? പിന്നെ ജമ്മിൽ തൈലീഫിന്റെ ലാമ് കടന്നതാ. ജമ്മിൽ തൈലീഫിന്റെ ലാമ് കടന്നു. അത് അൽ ജമ്മുൽ മുഅറഫു ബില്ലാമിയാണ് അൽ ഉസൂദ്. ഇവിടെ വാസ്തവത്തിൽ ഈ ഉസൂദ് എന്തല്ല ഹഖീഖിയ മഅനയല്ല, ഇവിടെ മജാസിയ മഅന ഉള്ളത്. അങ്ങനെ ആയോടത്തും എല്ലാ അഫ്റാദിനെയും ഉൾക്കൊള്ളിച്ചാൽ അത് എന്താണ്? ഹഖീഖിയായ ഇസ്തിഗ്റാഖാണ്. പിന്നെ മറ്റൊന്ന് പറയാനുള്ളത്, ഇവിടെ ഈ ഇസ്തിഗ്റാഖ് എന്ന് പറഞ്ഞാൽ മുസ്നദ് ഇലൈഹിന്റെ ഖുസൂസിലേക്ക് നോക്കിയിട്ടല്ല. നമ്മൾ പറഞ്ഞത് ഇപ്പോൾ മുസ്നദ് ഇലൈഹിനെ ഇസ്തിഗ്റാഖ് ചെയ്യുന്ന വിഷയമാണെങ്കിലും ഇവിടെ മുത്തലക്ക് ഇസ്തിഗ്റാഖാണ് വിഷയം. അതിൽ മുസ്നദ് ഇലൈഹിയും പെട്ടു എന്ന് മാത്രം. നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുസ്നദ് ഇലൈഹിയിൽ തഅലീഫിന്റെ ലാമ് കടക്കുന്ന വിഷയമാണ്. അതുപോലെ തന്നെ ഇസ്തിഗ്റാഖിന്റെ അദാത്ത് കടക്കുന്ന വിഷയമാണ്. തഅലീഫിന്റെ അദാത്തിൽ ഇസ്തിഗ്റാഖ് ഉള്ളത് കൊണ്ടാണ് ചർച്ച അവിടെ എത്തിയത്. ഇവിടത്തെ തഖ്സീം മുസ്നദ് ഇലൈഹിയിൽ ഇസ്തിഗ്റാഖിന്റെ അദാത്ത് കടക്കുന്നത് മാത്രമല്ല, ഏത് ലഫ്ളിൽ കടന്നാലും അത് തന്നെ ഏത് ഇസ്തിഗ്റാഖിന്റെ അദാത്തായാലും. ഇസ്തിഗ്റാഖിന്റെ അദാത്തുകൾ ഒരുപാടുണ്ടല്ലോ. കുല്ലുണ്ട്, വല്ല്, മൗസൂലകൾ, അതുപോലെ തന്നെ ഷർത്തിയായ മാ, ഇസ്തിഫാമിയായ മാ, മൗസൂലയായ മാ, ഷർത്തിയായ അയ്യ്, ഇസ്തിഫാമിയായ അയ്യ്, മൗസൂലത്തായ അയ്യ്, അതുപോലെ തന്നെ ഷർത്തിയായ മത്ത, ഇസ്തിഫാമിയായ മത്ത, ഐന, ഹൈസുമ, പിന്നെ ലാം കൊണ്ട് മഅരിഫയാക്കപ്പെട്ട ജമ്മ്, ഇദാഫത്ത് കൊണ്ട് മഅരിഫയാക്കപ്പെട്ട ജമ്മ്, അതുപോലെ തന്നെ ലാമു കൊണ്ട് മഅരിഫയാക്കപ്പെട്ട മുഫ്റദ്, നെഫിന്റെ പിന്നിൽ നെക്കിറ വരൽ, ഇങ്ങനെ ഒരുപാട് ഇസ്തിഗ്റാഖിന്റെ അദാത്തുകളുണ്ട്. അതെല്ലാം ഉൾപ്പെട്ടും കൊണ്ടുള്ള ചർച്ചയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു, വഹുവ അയ്യൽ ഇസ്തിഗ്റാഖു, ഇസ്തിഗ്റാഖ് ലറുബാനി, രണ്ട് ലറുബാണ്, രണ്ട് ഓരിയാണ്.
ഹക്കീക്കിയുൻ ഒന്ന് ഹക്കീക്കിയാണ്. വഹുവ ഹക്കീക്കി അൻ യുറാദ കുല്ലു ഫർദിൻ മിമ്മാ യതനാവലഹുൽ ലഫ്ദു. ലഫ്ദ് ഉൾപ്പെടുത്തുന്ന മഅനയിൽ നിന്ന് എല്ലാ ഫർദുകളെയും ഉദ്ദേശിക്കപ്പെടലാണ് ബിഹസ്ബിൽ ലുഗത്തി, ലുഗത്തിന്റെ അടിസ്ഥാനത്തിൽ ലഫ്ദ് ഉൾപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ശർഇന്റെ അടിസ്ഥാനത്തിൽ ലഫ്ദ് ഉൾപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ നഹ്വീങ്ങൾ അതുപോലെയുള്ള ഒരു പ്രത്യേക വിഭാഗത്തിന്റെ തീരുമാനപ്രകാരം ലഫ്ദ് ഉൾപ്പെടുത്തുന്ന മഅനയിൽ നിന്ന് എല്ലാ ഫർദുകളെയും ഉദ്ദേശിക്കപ്പെടലാണ് ഹക്കീക്കിയായ ഇസ്തിഗ്റാഖ്. നഹ്വു ആലിമുൽ ഗൈബി വശഹാദത്തി, എല്ലാ അദൃശ്യവും എല്ലാ ദൃശ്യമായതും അറിയുന്നവൻ. അപ്പെന്താണ്? ഓരോ ഗൈബുകളെയും അറിയുന്നവൻ, ഓരോ ഷഹാദത്തുകളെയും അറിയുന്നവൻ. ഇവിടെ അൽ ഗൈബ് വശഹാദ സംഗതി ഇതെന്തല്ല, മുസ്നദ് ഇലൈഹി അല്ല, മുദാഫിൻ ഇലൈഹിയാണത്, മഫ്ഊലിലേക്ക് ഇളാഫത്താണ്. വശഹാദത്തി അങ്ങനെ തന്നെ. ഇവിടെ തഅരീഫിന്റെ ലാമ് കടന്നത് ഇസ്തിഗ്റാഖിന്റെ ലാമാണ് എന്നാണ് പറയുന്നത്. കാരണം കരീനത്ത് കൊണ്ട് അത് ഇസ്തിഗ്റാഖിന്റെ ഹക്കീക്കത്തിന്റെ ലാമാണ്. മിൻ ഹൈസു ഹിയ ഇവിടെ ഉദ്ദേശിക്കാൻ സാധ്യമല്ല. പിന്നെ മിൻ ഹൈസു ഹിയ സാധ്യമല്ല, അതുപോലെ തന്നെ ഏതും സാധ്യമല്ല. ദീഹിനിയായ അഹദിന്റെ ലാമ് വക്കലും ഇവിടെ സഹിയാവുകയില്ല. ഏതെങ്കിലും ഒരു ഗൈബ് അറിയുക എന്ന് പറഞ്ഞാൽ അർത്ഥമല്ലല്ലോ. അപ്പോ പിന്നെ എല്ലാ ഗൈബുമാണ്, എല്ലാ ഗൈബിനെയും അറിയുന്നവൻ എന്നാണ് ഇവിടുത്തെ അർത്ഥം, എല്ലാ ഷഹാദത്തിനെയും. അപ്പോൾ ഇവിടെ എന്തായി? ഹക്കീക്കിയായ ഇസ്തിഗ്റാഖാണ് ഇവിടെ ഉള്ളത്. ആലിമുൽ ഗൈബി വശഹാദത്തി ഐ കുല്ലി ഗൈബിൻ വശഹാദത്തി എന്ന് പറഞ്ഞാൽ കുല്ലി ഷഹാദത്തിൻ എന്നാണ് ഇവിടുത്തെ ലക്ഷ്യം. ഉറുഫിയുൻ, മറ്റൊന്ന് ഉറുഫിയാകുന്നു. ഇങ്ങനെയാണ് ഹക്കീക്കത്തിന്റെ ലാമ് 4 കിസ്മായത്. ഒന്ന് മിൻ ഹൈസു ഹിയ ഹക്കീക്കത്ത്, മറ്റൊന്ന് ദിഹിനിയായ അഹദിന്റെ ലാമ്, മറ്റൊന്ന് ഹക്കീക്കിയായ ഇസ്തിഗ്റാഖിന്റെ ലാമ്, മറ്റൊന്ന് ഉറുഫിയായ ഇസ്തിഗ്റാഖിന്റെ ലാമ്. മുത്തലക്ക് ഇസ്തിഗ്റാഖിനെ സംബന്ധിച്ചാണ് നമ്മൾ പറയുന്നതിൽ ഏത് ഉൾപ്പെട്ടു? തഅരീഫിന്റെ ലാമും ഉൾപ്പെട്ടു. അപ്പോൾ തഅരീഫിന്റെ ലാമ് ഹക്കീക്കത്തിന്റെ ലാമ് 4 കിസ്മായി. ഏതാണ് ഉറുഫി? വഹുവ ഉറുഫി അൻ യുറാദ കുല്ലു ഫർദിൻ, എല്ലാ ഫർദിനെയും ഉദ്ദേശിക്കപ്പെടലാണ്. മിമ്മ ഒരു മഅനയിൽ നിന്ന് എല്ലാ ഫർദും യതനാവലഹുൽ ലഫ്ദു, ആ മഅനയെ ലഫ്ദ് ഉൾക്കൊള്ളിക്കും. ലുഗത്തടിസ്ഥാനത്തിലോ ശർഅ അടിസ്ഥാനത്തിലോ ഒരു ഖാസായ ഉറുഫിന്റെ വളഇന്റെ അടിസ്ഥാനത്തിലോ അല്ല. ബിഹസ്ബി മുതഫാഹമിൽ ഉറുഫി, ഉറുഫുൽ ആം പൊതുജനം മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ. പൊതുജനം, ആ നാട്ടിലെ ജനങ്ങൾ ഏതൊരു മഅനയാണോ മനസ്സിലാക്കിയത് ആ മഅനാന്റെ എല്ലാ അഫ്റാദിനെയും ഉൾപ്പെടുത്തും എന്നർത്ഥം. നഹ്വു ജമഅൽ അമീറു, അമീർ ഒരുമിച്ചു കൂട്ടി അസ്വാഗത്ത, എല്ലാ ഓരോ തട്ടാന്മാരെയും എന്നാണ് അവിടുത്തെ അർത്ഥം. എല്ലാ ഓരോ തട്ടാന്മാരും എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ഐ സാഗത്ത ബലദിഹി, അയാളുടെ നാട്ടിലുള്ള എല്ലാ തട്ടാന്മാരെയും. അമീറിന്റെ ആ അമീർ ഒരുമിച്ച് കൂട്ടി എന്ന് പറയുമ്പോൾ അമീറിന്റെ നാട്ടിലുള്ള എല്ലാ തട്ടാന്മാരെയും ഒരുമിച്ച് കൂട്ടി എന്നാണ് അവിടുത്തെ ഉറുഫിയായ മഅന. അല്ലാതെ ലോകത്തുള്ള എല്ലാ തട്ടാന്മാരെയും അയാൾ ഒരുമിച്ച് കൂട്ടി എന്നുള്ളത് ശരിയാവുകയില്ല. അല്ലെങ്കിൽ ഔ അത്റാഫ മംലക്കത്തി, അദ്ദേഹത്തിന്റെ അധികാരപരിധിയിലുള്ള എല്ലാ തട്ടാന്മാരെയും. ഈ രണ്ടാലൊരു മഅനയാണ് അവിടെ ഉദ്ദേശിക്കുകയുള്ളത്. അതാണ് ഉറുഫിയായ മഅന. ഖാദിയര് എല്ലാ മഹല്ല് കമ്മിറ്റിക്കാരെയും ഒരുമിച്ച് കൂട്ടി എന്ന് പറഞ്ഞാൽ ആ ഖാദിയുടെ അധികാരപരിധിയിലുള്ള മഹല്ലിലുള്ള എല്ലാ കമ്മിറ്റിക്കാരെയും അവിടെ ആരും അർത്ഥം വെക്കുകയുള്ളൂ.
അല്ലാതെ ലോകത്തുള്ള എല്ലാ മഹല്ല് കമ്മിറ്റിക്കാരെയും ഖാദിയാർ ഒരുമിച്ച് കൂട്ടി എന്ന് അവിടെ വെക്കൽ ശരിയാവുകയില്ല. അതിന് അധികാരവും അയാൾക്കില്ല. കാനലി അന്നഹുൽ മഫ്ഹൂമു ഉറുഫൻ, ഉറുഫിൽ അറിയപ്പെട്ട മാന അതാണ്. ലാ സാഖത്തു ദുനിയ, പിന്നെ ദുന്യാവിലുള്ള എല്ലാ തട്ടാമാരുമല്ല. കേട്ടോ, ദുന്യാവിലുള്ള എല്ലാവരും അല്ല എന്നാണ് പറയുന്നത്. പിന്നെ ലഅന്നഹുൽ മഫ്ഹൂമു ഉർഫൻ ഐ സാഖത്ത ബലദിഹി ലാ സാഖത്ത ദുനിയ, ദുന്യാവിലുള്ള എല്ലാ തട്ടന്മാരെയുമല്ല. സാഖത്ത് എന്ന് പറഞ്ഞാൽ സായിഹിന്റെ ജമ്മാണത്. സാഖത്ത്, സായിഹിന്റെ ജമ്മ് സവകത്ത്. നേരത്തെ നമ്മൾ ചെല്ലിയില്ലേ, ഫീനഹി വിറാമിൻ ദുത്തിറാദിൻ ഫുഅല വശാഅ നഹ്വു കാമിലിൻ വകാമല. അപ്പൊ സായിഹ് സവകത്ത്, സവകത്ത് വാവ് മറിഞ്ഞ് അലിഫായി, അതാണ് സാഖത്ത്. സവകത്ത് എന്ന വാവിന് മാക്കബുൽ ഫത്തുഹും വാവ് ഫത്തഹാക്കപ്പെട്ടതായിട്ട് നിലനിൽക്കലും ശരിയല്ല. സർഫീങ്ങളുടെ തീരുമാനപ്രകാരം അവിടെ വാവ് അലിഫായി മറിയൽ സിദ്ധിക്കും. അപ്പോൾ അത് കഴിഞ്ഞു. ഇസ്തിഗ്റാക്ക് രണ്ട് വെർബാണ്. ഏത് ഇസ്തിഗ്റാക്കും? ഇസ്തിഗ്റാക്കിന്റെ അതാത്ത് എവിടെ കിടന്നാലും, മുസ്നദിലാവട്ടെ അല്ലാത്തതിലാവട്ടെ, ഇസ്തിഗ്റാക്കിന്റെ അതാത്തുകൾ ഒരുപാടുണ്ട്. ഖീല പറയപ്പെട്ടു. സംഗതി യഥാർത്ഥത്തിൽ ഈ സാഖത്ത് എന്നുള്ളത് ഇസ്മു ഫായിലാണല്ലോ. അതുകൊണ്ടാണ് ഈ ഖീല, ഈ ചർച്ച ഇവിടെ വരാനുള്ള കാരണം. കാരണം ഇസ്മു ഫായിലിൽ കടക്കുന്ന അലിഫ്ലാമ് മൗസൂലത്തിന്റെ അലിഫ്ലാമാണെന്ന് എന്താണ് ചിലർ, ഒരു വിഭാഗത്തിന്റെ വാദം. വസീഫത്തുൻ സ്വരീഹത്തുൻ സീലത്തു അൽ വകൗലുഹാ ബിമുഅ്റബിൽ അഫ്ആലി ഖൽ. ഖീല പറയപ്പെട്ടാൽ മിസാലു, ഈ ഉദാഹരണം. ഏത് ഉദാഹരണം? ഈ ജമഅൽ അമീറു അസ്സാഖത്ത, ഈ ഉദാഹരണം മബ്നിയുന്നല മദ്ഹബിൽ മാസിനി, മാസിനി ഇമാമിന്റെ മദ്ഹബ് പ്രകാരം എടുക്കപ്പെട്ടതാണ്. എന്താ മാസിനി ഇമാമിന്റെ മദ്ഹബ്? അതറിയാനുള്ള ആദ്യം. മൂപ്പര മദ്ഹബ് എന്താണ്? അൽ ഖായിലി അന്ന അലി ദാഖിലത്ത അലസ്മിൽ ഫാഇലി വസ്മിൽ മഫ്ഊലി മുഅദ്ദിഫത്തുൻ ലാ മൗസൂലത്തുൻ ദസൂഖി. മാസിനി ഇമാമിന്റെ മദ്ഹബ് എന്താണ്? ഇസ്മു ഫാഇലിലും ഇസ്മു മഫ്ഊലിലും കടക്കുന്ന അല്ല് അത് മുഅദ്ദിഫത്താണ്, ഏതല്ല? മൗസൂലത്ത് അല്ല. അങ്ങനെയാണ്. കാരണം അസ്സാഖത്ത് സായിഹിന്റെ ജമ്മാണ്, തക്സീറിന്റെ ജമ്മാണ്. അതിൽ അലിഫ്ലാമു കടന്നു. അപ്പൊ ഇസ്മു ഫായിലിൽ അലിഫ്ലാമു കടന്നു. ഇസ്മു ഫായിലിലും ഇസ്മു മഫ്ഊലിലും കടക്കുന്ന അലിഫ്ലാമ് മുഅദ്ദിഫത്തിന്റെ അലിഫ്ലാമാണെന്നാണ് മാസിനി ഇമാമിന്റെ മദ്ഹബ്. നമ്മൾ ചർച്ച ചെയ്യുന്നത് മുഅദ്ദിഫത്തായ അല്ലിനെ കുറിച്ചാണല്ലോ. ആ മദ്ഹബ് പ്രകാരമേ ഇവിടെ ഇത് സഹിയാവുകയുള്ളൂ, ഉദാഹരണം സഹിയാവുകയുള്ളൂ എന്നാണ് ഖീല. വഫീഹി നദറുൻ, ആ ഖീലയിൽ നദറുണ്ട്. കാരണം എന്താണ്? ഈ ഖീല പ്രകാരം എല്ലാ ഇസ്മു ഫായിലിലും എല്ലാ ഇസ്മു മഫ്ഊലിലും കടക്കുന്ന അലിഫ്ലാമ് മുഅദ്ദിഫത്താണ്, മൗസൂലയല്ല എന്നല്ല ഖിലാഫുള്ളത്. ഖിലാഫ് എന്താണ്? ഈ ഖീല എന്ത് തോന്നിപ്പിക്കും? ഇസ്മു ഫായിലും ഇസ്മു മഫൂലിലും കടക്കുന്നോടത്ത എല്ലാ ഇസ്മു ഫായിലും എല്ലാ ഇസ്മു മഫൂലിലും കടക്കുന്ന അലിഫ്ലാമിൽ ഖിലാഫുണ്ട് എന്ന് തോന്നിപ്പിക്കും. സംഗതി അങ്ങനെയല്ല. പറയട്ടെ,
വഫീഹി നദറുൻ ലിഅന്നൽ ഖിലാഫ ഖിലാഫ് ഇന്നമാ ഹുവ മാസിനിയും മാസിനി അല്ലാത്തവരും തമ്മിലുള്ള ഖിലാഫ് ഇന്നമാ ഹുവ ഫിസ്മിൽ ഫാഇലി ബിമഅനൽ ഹുദൂസി ഹുദൂസ് എന്ന മഅനാക്കുള്ള ഇസ്മു ഫാഇലിലാണ്. ഹുദൂസ് എന്ന മഅനാക്കുള്ള ഇസ്മു ഫാഇലിലെ ഖിലാഫുള്ളൂ ദൂന ഗൈരിഹി ഹുദൂസ് എന്ന മഅന ഇല്ലാത്ത ഇസ്മു ഫാഇലിനെ കൂടാതെ. അതായത് ദവാമു സബാത്തിന്റെ മേൽ അറിയിക്കുന്ന ചില ഇസ്മു ഫായിലുകളുണ്ട്. ആ ഇസ്മു ഫായിലിൽ കിടക്കുന്ന അലിഫിലാമ് മുഅരിഫത്തിൻ്റെതാണ് എന്നതിൽ തർക്കമില്ല. മാസിനി അല്ലാത്തവരുടെ അടുക്കൽ തർക്കമില്ല. അതും മൗസൂലത്തിന്റെ അലിഫിലാമാണെന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ അതിവിടെ ഏറ്റിബാർ ചെയ്യണില്ല. അതിവിടെ പറയുന്നുണ്ട് എന്ത് ഫീഹി നദറുൻ ഈ ഖീലയിൽ നദറുണ്ട്. ഖീല എന്താ പറഞ്ഞത്? ഖീല പറയപ്പെട്ടാൽ മിസാലു ജമഅൽ അമീറു അസ്സാഹത്ത എന്ന മിസാലും അബിനിയുൻ എടുക്കപ്പെട്ടതാണ്. അലാ മദ്ഹബിൽ മാസിനിയി മാസിനി ഇമാമിന്റെ മദ്ഹബ് പ്രകാരം എടുക്കപ്പെട്ടതാണ്. മാസിനി ഇമാമിന്റെ മദ്ഹബ് എന്താണ്? ഇസ്മു ഫായിലും ഇസ്മു മഫൂലും കടക്കുന്ന അലിഫ് ലാം മുഅരിഫത്തിൻ്റെതാണ്. വഇല്ല അങ്ങനെ അല്ലെങ്കിൽ മാസിനി ഇമാമിന്റെ മദ്ഹബ് പ്രകാരം അല്ല എങ്കിൽ ഫല്ലാമു ഫിസ്മിൽ ഫായിലി ഇസ്മു ഫായിലിൽ കടക്കുന്ന ലാമ് ഇന്ദ ഗൈരിഹി മാസിനി അല്ലാത്തവരുടെ അടുക്കൽ ഇസ്മു ഫായിലിൽ കടക്കുന്ന ലാമു മൗസൂലത്തുൻ. അത് വായിക്കാതെ നമ്മൾ ഫീഹി നദറുൻ എന്ന് വായിച്ചു. അതാണ് അർത്ഥം വെക്കാൻ പ്രയാസം നേരിട്ടത്. വഇല്ലാ ഫല്ലാമു ഫിസ്മിൽ ഫായിലി ഇന്ദ ഗൈരിഹി മൗസൂലത്തുൻ എന്ന് വിട്ടുപോയതാണ്. എന്നിട്ടാണ് വഫീഹി നദറുൻ വായിക്കേണ്ടത്. നമ്മളത് വിട്ടു വഫീഹി നദറിലേക്ക് കടന്നുപോയി. അപ്പോ കീല പറയപ്പെട്ടാൽ മിസാലും അബിനിയുൻ എടുക്കപ്പെട്ടതാണ്. അലാ മദ്ഹബിൽ മാസിനി മാസിനി ഇമാമിന്റെ മദ്ഹബ് പ്രകാരം എടുക്കപ്പെട്ടതാണ്. മാസിനി ഇമാമിന്റെ മദ്ഹബ് എന്താണ്? ഇസ്മു ഫായിലും ഇസ്മു മഫൂലിലും കടക്കുന്ന അലിഫ് ലാം മുഅരിഫത്താണ്. അസ്സാഗത്ത് ഇസ്മു ഫായിലാണ്. അതുകൊണ്ട് അതിൽ കടക്കുന്ന അതിൽ കടന്ന അലിഫ് ലാം മുഅരിഫത്താണ്. അതുകൊണ്ട് ഇസ്തിഗ്റാഖിന്റെ അലിഫ് ലാമായി എന്നാണ് ഈ ഖീലക്കാരൻ പറയുന്നത്. പക്ഷേ ഇല്ല ആ മദ്ഹബ് പ്രകാരം അല്ലെങ്കിൽ ഫല്ലാമു ഫിസ്മിൽ ഫായിലി ഇസ്മു ഫായിലിൽ ഉള്ള ലാമാകുന്നത് ഇന്ദ ഗൈരിഹി മാസിനി അല്ലാത്തവരുടെ അടുക്കൽ ഇസ്മു ഫായിലിലുള്ള ലാമു മൗസൂലത്തുൻ മൗസൂലയാണല്ലോ. അപ്പൊ മുഅരിഫത്തിന്റെ അലിഫ് ലാം ആവുകയില്ല, മൗസൂലത്തിന്റെ അലിഫ് ലാമാണ് ഈ ഖീലക്കാരൻ പറയുന്നത്. മാസിനി ഇമാം അല്ലാത്തവരുടെ അടുക്കൽ അസ്സാഖത്തിൽ അലിഫ് ലാം മൗസൂലത്തിന്റെ അലിഫ് ലാമാണ്. വഫീഹി നദറുൻ അതാണ്. ഇനിയാണ് വഫീഹി നദറുൻ. വഫീഹി നദറുൻ ഈ ഖീലയിൽ നദറുണ്ട്. കാരണം തർക്കം എവിടെയുള്ളൂ? ഹുദൂസ് എന്ന മഅനാക്കുള്ള ഇസ്മു ഫായിലിൽ മാത്രമാണ് തർക്കം ഉള്ളത്. ഹുദൂസ് എന്ന മഅനാക്കുള്ള ഇസ്മു ഫായില് ഗാലിബ് പോലെ ഖാതില് പോലെ അവിടെയുള്ള ഇസ്മു ഫായില് ആ ഇസ്മു ഫായിലുള്ള അലിഫ് ലാം അത് മുഅരിഫത്തിൻ്റെതാണ് മൗസൂലത്തിൻ്റെതാണ് എന്നതിലാണ് തർക്കമുള്ളത്. അതാണ് അന്നൽ ഖിലാഫ് മാസിനിയും മാസിനി അല്ലാത്തവരും തമ്മിലുള്ള ഖിലാഫ് ഇന്നമാ ഹുവ തീർച്ചയായിട്ടും ആ ഖിലാഫ് ഫിസ്മിൽ ഫാഇലി ബിമാനൽ ഹുദൂസ് ഹുദൂസ് എന്ന മഅനാക്കുള്ള ഇസ്മു ഫാഇലിലാണ് ഖിലാഫുള്ളത്. ഏത് മഅനാക്കുള്ള ഇസ്മു ഫായിലിലല്ല. ദവാമു സബാത്തിന്റെ മഅനാക്കുള്ള ഇസ്മു ഫായിൽ അല്ല, അതിൽ ഖിലാഫില്ല. നഹ്വു ദൂന ഗൈരിഹി ഹുദൂസ് എന്ന മഅന അല്ലാത്ത ഇസ്മു ഫായിലിനെ കൂടാതെ. അതേതുപോലെ നഹ്വുൽ മുഅ്മിന് മുഅ്മിനായ ആള് അത് ദവാമു സബാത്തിന്റെ മേൽ അറിയിക്കുന്ന ഇസ്മു ഫായിലാണത്. വൽ കാഫിരി അൽ കാഫിർ പോലെ അതും ദവാമു സബാത്തിന്റെ മേൽ അറിയിക്കുന്ന ഇസ്മു ഫായിലാണ്. വൽ ആലിമി അൽ ആലിമു പോലെ വൽ ജാഹിലി അൽ ജാഹിലു പോലെ. ഇതെല്ലാം എന്താണ്? ഹുദൂസ് എന്ന മഅനാദിലില്ല. അത് ദവാമു സബാത്തിന്റെ മേൽ അറിയിക്കുന്ന മഅനയാണ് അതിനുള്ളത്. അതിലുള്ള അലിഫ് ലാം
മുഅരിഫത്തിൻ്റെതാണ് എന്നതിൽ തർക്കം ഇല്ല. മനസ്സിലായില്ലേ? സാഹത്ത് അതിൽപ്പെട്ടതാണ്. ഏത്? ഈ ദവാബ് സ്വഭാവത്തിന്റെ മേൽ അറിയിക്കുന്ന അലിഫിലാമാണ്. എല്ലാവരുടെ അടുക്കലും മാസിനി അല്ലാത്തവരുടെ അടുക്കലും അസാഹത്തിൽ അലിഫിലാമ് മുഅരിഫത്തിന്റെ അലിഫിലാമാണ്. കാരണം അത് ദവാബ് സ്വഭാവത്തിന്റെ മേൽ അറിയിക്കുന്ന ഇസ്മു ഫായിലാണ്. അപ്പോ പിന്നെ മാസിനി ഇമാമിന്റെ മദ്ഹബ് എടുക്കേണ്ടതില്ലല്ലോ. അസാഹത്തിൽ അലിഫിലാമു മുഅരിഫത്തിൻ്റെതാണെന്ന് മാസിനിയും പറയുന്നു, മാസിനി അല്ലാത്തവരും പറയുന്നു. ഏതോ ഒരു ഒറ്റപ്പെട്ട മൗസൂലത്തിൻ്റെതാണെന്ന് പറഞ്ഞു എന്നല്ലാതെ മാസിനി ഇമാമ് അല്ലാത്ത ജുംഹൂറും അസ്സാഹത്ത് എന്ന ഇസ്മു ഫായില് ദവാബ് സ്വഭാവത്തിന്റെ മേൽ അറിയിക്കുന്നത് കൊണ്ട് അതിലുള്ള അലിഫിലാമു മുഅരിഫത്തിൻ്റെത് തന്നെയാണ് എന്നാണ് ഇത്തിഫാക്കാണ്. മനസ്സിലായില്ലേ? അപ്പോ മാസിനി അല്ലാത്തവരും തമ്മിലുള്ള ഖിലാഫ് എവിടെയുള്ളൂ? ഹുദൂസ് എന്ന മഅന ഉള്ള ഇസ്മു ഫായിലിലേ ഉള്ളൂ. സാഹത്ത് ഏതിൽപ്പെട്ടതല്ല? ഹുദൂസ് എന്ന മഅന ഉള്ള ഇസ്മു ഫായിൽ അല്ല. ലിഅന്നഹും ഖാലൂ, അവരായതിനു വേണ്ടി, ഖാലൂ പറഞ്ഞതിനു വേണ്ടി, ആദിഹി സിഫത്തു, ഈ സിഫത്ത്, ഏത് സിഫത്ത്? അലിഫിലാമ് കടന്ന സിഫത്ത്. വസീഫത്തുൻ സരീഹത്തുൻ സീലത്തു അൽ വകൗനുഹാ ബിമുഅറബിൽ അഫ്ആലി ഖൽ, ആ സിഫത്ത് ഫിഇലുൻ ഫീ സൂറത്തിൽ ഇസ്മി, ഇസ്മിന്റെ സൂറത്തിലുള്ള ഫിഇലാകുന്നു. അതുകൊണ്ട് ഫലാ ബുദ്ദ ഫീഹി, അതിൽ കൂടാതെ കഴിയൂല, മിൻ മഅനൽ ഹുദൂസി, ഹുദൂസിന്റെ മഅന അതിൽ കൂടാതെ കഴിയൂല. ലിഅന്നഹും ഖാലു ഹാദിഹി സിലത്തു എന്നാണ് ചില നുസ്ഖയിലുള്ളത് കേട്ടോ. ഞാൻ ഇപ്പൊ ദസൂക്കിയിലുള്ള നുസ്ഖയാണ് ആദിഹി സിഫത്തു. ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഐ ആദിഹി സിഫത്തു ഫീ ബാലി നുസ്ഖി ഹാദിഹി സിലത്തു. ഈ സില അലിഫിലാമ കടന്ന സില അത് ഫിഇലും ഫീ സൂറത്തിൽ ഇസ്മി, ഇസ്മിന്റെ സൂറത്തിലുള്ള ഫിഇലാണ്. ഫലാ ബുദ്ദ ഫീഹി മിൻ മഅനൽ ഹുദൂസി, ഹുദൂസിന്റെ മാന അതിൽ കൂടാതെ കഴിയില്ല. അപ്പോൾ തഅരീഫിന്റെ ലാമ് ഫീലിൽ കടക്കുകയുമില്ല. അപ്പൊ അങ്ങനെയുള്ള ഇസ്മു ഫായിലിലാണ് ഖിലാഫുള്ളൂ. ലിഅന്നഹും ഖാലു ആദിഹി സിലത്തു, ഈ സില അലിഫിലാമിന്റെ സില അത് ഫിഇലാണ്, ഇസ്മിന്റെ സൂറത്തിലുള്ള ഫിഇലാണെന്ന. അപ്പൊ ഫലാ ബുദ്ദ ഫീഹി, ഫിഇലിൽ കൂടാതെ കഴിയില്ല, മിമാനൽ ഹുദൂസി, ഹുദൂസ് എന്ന മഅന. അതുകൊണ്ട് അത് അല്ലാത്തതിലേ തർക്കമുള്ളൂ. വലൗ സുല്ലിമ, ഇനി സമ്മതിച്ചാൽ തന്നെ. ഏത്? എന്താ സമ്മതിക്കുന്നത്? ഇവിടെ മാസിനി ഇമാമിന്റെ എല്ലാ ഇസ്മു ഫായിലിലും ഖിലാഫ് ഉണ്ടെന്നാ സങ്കല്പിക്കുക. അതായത് ഇസ്മു ഫായിലിൽ കടക്കുന്ന അലിഫിലാമക്ക മൗസൂലത്തിന്റെ അലിഫിലാമാണ് എന്ന് മാസിനി അല്ലാത്തവരും ഇവിടെ മാസിനി അല്ലാത്തവര് അത് സമ്മതിക്കാണ്. നമ്മൾ ഇവിടെ നേരത്തെ പറഞ്ഞെന്താണ്? ഖിലാഫ് എവിടെയുള്ളൂ? ഹുദൂസ് എന്ന മാനയുള്ള ഇസ്മു ഫായിലിലെ ഖിലാഫുള്ളൂ. ദവാമു സവാത്തിന്റെ മേൽ അറിയിക്കുന്ന ഇസ്മു ഫായിലിൽ ഖിലാഫില്ല. അതിൽ കടക്കുന്ന അലിഫിലാമു തൈരീഫിന്റെ അലിഫിലാമാണ്, മുഅരിഫത്താണ്. വലൗ സുല്ലിമ, അതിൽ ദവാമു സവാത്തിന്റെ മേൽ കടക്കുന്ന അല്ലും എന്തു തന്നെയാണ് മൗസൂലത്തിൻ്റെതാണെന്ന് സമ്മതിച്ചാൽ, അത് സമ്മതിക്കൂല. ഇനി വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ തന്നെ ഇവിടെ പ്രശ്നമല്ല, ഇവിടെ അത് പ്രശ്നമാവുകയില്ല. ഫൽ മുറാദു തഖ്സീബു മുത്ലഖിൽ ഇസ്തിഗ്റാഖി, ഇവിടെ മുറാദ് മുത്ലഖ് ഇസ്തിഗ്റാഖിനെ തഖ്സീം ചെയ്യലാണ്. അത് സവാഉൻ കാന ബിഹർഫി തഅരീഫി ഔ ഗൈരിഹി, തഅരീഫിന്റെ ഹർഫ് കൊണ്ടാവട്ടെ അല്ലാത്തത് കൊണ്ടാവട്ടെ.
ഇനി ദവാമു സബാത്തിന്റെ മാനാന്റെ മേൽ അറിയിക്കുന്നതാണ് ഇവിടത്തെ ഇസ്മു ഫായിൽ അസ്സാഹത്ത് എന്നുള്ളത്. അതിൽ അലിഫിലാമു മൗസൂലയാണെന്ന് സമ്മതിക്കാം. അത് സമ്മതിക്കൂല, മുഅരിഫത്തിൻ്റെതാണെന്നാണ് ജംഹൂറിന്റെയും ദഅവ. കാരണം അത് ദവാമു സബാത്തിന്റെ മേൽ അറിയിക്കുന്നതാ. ഹുദൂസ് എന്ന മാനമുള്ള ഇസ്മു ഫായിലിൽ കടക്കുന്ന അലിഫിലാമേ മൗസൂലത്തിന്റെ അലിഫിലാമുള്ളൂ. ദവാമു സബാത്തിന്റെ മേൽ കടക്കുന്ന അലിഫിലാമ് ദവാമു സബാത്തിന്റെ മേൽ അറിയിക്കുന്ന ഇസ്മു ഫായിൽ ഇസ്മു മഫൂലിൽ കടക്കുന്ന അലിഫിലാമു തഅരീഫിന്റേത് തന്നെയാണെന്നാണ് ജംഹൂറിന്റെ അഭിപ്രായം. ഇനി അതും മൗസൂലയത്താണ് എന്ന് അങ്ങോട്ട് സമ്മതിച്ചു കൊടുത്താൽ തന്നെ ഇവിടത്തെ മുറാദെന്താ? തക്സീബു മുത്തലക്കിൽ ഇസ്തിഗ്റാഖി, മുത്തലക്ക് ഇസ്തിഗ്റാഖിനെ തക്സീമാക്കലാണ്. സവാഉൻ കാന, ആ ഇസ്തിഗ്റാഖ് ആവട്ടെ ബിഹർഫി തഅരീഫി ഔ ഗൈരിഹി, തഅരീഫിന്റെ ഹർഫ് കൊണ്ടാവട്ടെ അല്ലാത്തത് കൊണ്ടാവട്ടെ. വൽ മൗസൂലു, മൗസൂലയും ഐലൻ വീണ്ടും വീണ്ടും മിമ്മ യഅതി ലിൽ ഇസ്തിഗ്റാഖി, ഇസ്തിഗ്റാഖിന് വരുന്നതിൽ പെട്ടതാണ്. ഏത് മൗസൂല? ഇസ്തിഗ്റാഖിന്റെ തഅരീഫിന്റെ ഹർഫ് കൊണ്ടും അല്ലാത്തത് കൊണ്ടും. ഇസ്തിഗ്റാഖിന്റെ അദാത്തുകൾ ജമ്മുൽ ജവാമി 1-ാം ജുസ് 405-ാം പേജ് മുതൽ ആമിന്റെ ബഹസ് എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കുല്ല്, അല്ലതി, അല്ലത്തി, അയ്യ്, മാ. ഈ അയ്യ് മായും തന്നെ 3 ഇനങ്ങളുണ്ട്. ഷർത്തിയ്, ഇസ്തിഫ്ഹാമിയ്, മൗസൂലിയ്. കണ്ടോ? അതുപോലെ തന്നെ മത്ത, അത് 2 ഇസ്തിഫ്ഹാമിയും ഷർത്തിയും. ഐന, ഹൈസുമ, ഇതുപോലെയുള്ള ഒരുപാട് ഇസ്തിഗ്റാഖിന്റെ അദാത്തുകളുണ്ട്. അത് മുഴുവനും ആണ് ഇവിടുത്തെ ചർച്ച. വൽ മൗസൂലു ഐദൻ മിമ്മാ യഅതി ലിൽ ഇസ്തിഗ്റാഖി, മൗസൂലയും ഐദൻ വീണ്ടും മിമ്മാ യഅതി ലിൽ ഇസ്തിഗ്റാഖി, ഇസ്തിഗ്റാഖിന് വരുന്നതിൽപ്പെട്ടതാണ്. ഐദൻ എന്ന് പറഞ്ഞാൽ അലിഫ്ലാം ഇസ്തിഗ്റാഖിற்கு വരുന്നത് പോലെ മൗസൂലും. അസ്സാഹത്തിൽ അലിഫ്ലാം മൗസൂലയാണെന്നാണ് സമ്മതിച്ചു കൊടുക്കുക. എന്നാൽ തന്നെ ഇവിടെ പ്രശ്നമല്ല. പിന്നെ മാസിനി ഇമാമിന്റെ മദ്ഹബ് എടുക്കേണ്ട ആവശ്യമില്ല. നഹ്വു അക്രിമില്ലദീന യഅതൂനക ഇല്ലാ സൈദൻ, നിന്റെ അടുക്കൽ വരുന്നവനെ നീ ബഹുമാനിക്ക്, സൈദിനെ ഒഴികേന. എന്താ അങ്ങനെ ഇസ്തിസ്ന പറഞ്ഞത്? ഈ അല്ലദീനയിൽ എല്ലാ ഫറാദും പെട്ടു എന്നറിയിക്കാനാണ്. വരുന്ന എല്ലാവരും പെട്ടു എന്നറിയിക്കാനാണ് ഇല്ലാ സൈദൻ. കാരണം എന്താ? മിഅ്യാറുൽ ഉമൂമി അല്ലെങ്കിൽ മിഅ്യാറുൽ ഇസ്തിഗ്റാഖി അൽ ഇസ്തിസ്നാഉ എന്നാണ്. കാരണം സയ്യിദ് അടക്കം ഇതിൽ പെടണം, എന്നിട്ട് ഇസ്തിസ്നാ ചെയ്യണം. വദ്രിബിൽ ഖായിമീന, നിൽക്കുന്നവരെ എല്ലാവരെയും നീ അടിക്കുക. ഓരോ നിൽക്കുന്നവരെയും, ആരെല്ലാം നിൽക്കുന്നുണ്ട് എല്ലാ അഫ്രാദും പെട്ടോടെ. അൽ ഖായിമീന, കണ്ടോ? അൽ ഖായിമീന ഈ അലിഫ്ലാമും മൗസൂലത്തിൻ്റെതാണ്. ആരുടെ അടുക്കൽ? മാസിനി അല്ലാത്തവരുടെ അടുക്കൽ മൗസൂലത്തിന്റെ അലിഫ്ലാമ. അവിടെ എന്തുണ്ട്? ഇസ്തിഗ്റാഖ് ഉണ്ടല്ലോ. ഇസ്തിഗ്റാഖിന് അത് വന്നു. അലിഫ്ലാം മൗസൂലന്റെ അലിഫ്ലാം ഇസ്തിഗ്റാഖിനൊക്കെ വന്നു. അതുകൊണ്ടാണ് ഇല്ല അമ്രൻ എന്നതിനെ ഇസ്തിസ്നാ ചെയ്തത്. അമ്ര അതിൽ പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ ഇസ്തിസ്നാ ചെയ്യാൻ പറ്റൂല. അപ്പൊ മുത്തലക്ക് ഇസ്തിഗ്റാഖാണ് എന്ത് നമ്മൾ ഇപ്പോൾ ഇവിടെ തക്സീമാക്കുന്നത്. പിന്നെ ഇനി ഇസ്തിഗ്റാഖുൽ മുഫ്രദി, വസ്തിഗ്റാഖുൽ മുഫ്രദി, മുഫ്രദിനെ ഇസ്തിഗ്റാഖ് ചെയ്യൽ. സവാഉൻ കാന ബി ഹർഫി തഅരീഫി ഔ ഗൈരിഹി, അത് തഅരീഫിന്റെ ഹർഫ് കൊണ്ടാവട്ടെ അല്ലാത്തത് കൊണ്ടാവട്ടെ. അശ്മലു മിൻ ഇസ്തിഗ്റാഖിൽ മുസന്ന വൽ മജ്മൂഇ, മുസന്നയെ വൽ മജ്മൂഇ മജ്മൂഇനെയും ഇസ്തിഗ്റാഖ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഫർദുകളെ ഉൾപ്പെടുത്തുന്നതാണ്. കൂടുതൽ ഫർദ് ഉൾക്കൊള്ളുന്നത് മുഫ്രദിനെ ഇസ്തിഗ്റാഖ് ചെയ്യലാണ്. എന്തിനേക്കാൾ? മുസന്ന മജ്മൂഅ് മിൻ ഇസ്തിഗ്റാഖിൽ മുസന്ന വൽ മജ്മൂഇ,
മുസന്നയെയും മജ്മൂഇനെയും ഇസ്തിഗ്റാഖ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഷാമിലാക്കുന്നത് മുഫ്രദിനെ ഇസ്തിഗ്റാഖ് ചെയ്യലാണ്. അപ്പോ എന്താ അർത്ഥം? ഇസ്തിഗ്റാഖുൽ മുഫ്രദി, മുഫ്രദിനെ ഇസ്തിഗ്റാഖ് ചെയ്യൽ. സവാഉൻ കാന ഇസ്തിഗ്റാഖ് ആവട്ടെ ബി അർഫി തഅരീഫി, തഅരീഫിന്റെ അർഫ് കൊണ്ടാവട്ടെ, അല്ല് കൊണ്ടാവട്ടെ, അല്ലെങ്കിൽ മൗസൂല കൊണ്ടാവട്ടെ, ഔ ഗൈരിഹി, അല്ലെ തഅരീഫിന്റെ അർഫ് അല്ലാത്ത ഏതെങ്കിലും കൊണ്ടാവട്ടെ, അശ്മലു, അത് കൂടുതൽ ഉൾക്കൊള്ളിക്കുന്നതാണ് എന്തിനേക്കാൾ, മിൻ ഇസ്തിഗ്റാഖിൽ മുസന്ന, തസ്നിയാനെ ഇസ്തിഗ്റാഖ് ചെയ്യുന്നതിനേക്കാൾ, വൽ മജ്മൂഇ, മജ്മൂഇനെ ഇസ്തിഗ്റാഖ് ചെയ്യുന്നതിനേക്കാളും. ബിമാന അന്നഹു യതനാവലു കുല്ല വാഹിദിൻ മിനൽ അഫ്റാദി, ആ മുഫ്രദ് അഫ്റാദിൽ നിന്ന് ഓരോന്നിനെയും ഉൾക്കൊള്ളിക്കും. വൽ മുസന്ന, ബിമാന അന്നഹു, ആ മുഫ്രദ് യതനാവലു കുല്ല വാഹിദിൻ മിനൽ അഫ്റാദി, അഫ്റാദിൽ നിന്ന് ഓരോന്നിനെയും ഉൾക്കൊള്ളിക്കും. അപ്പൊ എല്ലാം ഉൾപ്പെടും. വൽ മുസന്ന തസ്നിയാണെങ്കിലോ, ഇന്നമാ യതനാവലു കുല്ല സ്നൈനി സ്നൈനി, എല്ലാ ഈരണ്ടിനെ ഉൾക്കൊള്ളിക്കുകയുള്ളൂ. അപ്പൊ ഓരോന്ന് പുറത്തുപോയി. എല്ലാ ഈരണ്ടിനെ ഉൾക്കൊള്ളിക്കുമ്പോൾ ഓരോന്ന് അതിൽ പെടുകയില്ല എന്ന് കിട്ടി. വൽ ജംഅ ബിമാന അന്നഹു, അല്ലേ, ബിമാന അന്നഹു വൽ മുസന്ന ഇന്നമാ യതനാവലു വൽ ജംഅ, ജംആകുന്നത് ഇന്നമാ യതനാവലു കുല്ല ജമാഅത്തിൻ, എല്ലാ ഓരോ ജമാഅത്തിനെയുമാണ് ഉൾക്കൊള്ളിക്കുക. അപ്പൊ ഈ ഓരോന്നുള്ളതും പുറത്തുപോയി, ഈരണ്ടുള്ളതും പുറത്തുപോയി, അതോ അതിൽ ഉൾപ്പെടുന്നില്ല. ബിദലീലി സിഹത്തി ലാ റിജാല ഫിദ്ദാരി, ലാ റിജാല ഫിദ്ദാരി എന്ന കൗല് സഹിയാണ് എന്ന ദലീല് കൊണ്ട്. എപ്പോൾ സഹീഹ്? ഇദാ കാന ഫീഹ, വീട്ടിലുണ്ടായാൽ, റജുലുൻ, ഒരു റജുലുണ്ടായാൽ എന്ത് പറയാൻ പറ്റും? ലാ റിജാല എന്ന് പറയാൻ പറ്റും. ഔ റജുലാനി, അല്ലെങ്കിൽ രണ്ട് റജുലുണ്ടായാലും ലാ റിജാല എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഒരു റജുല് ഉള്ളോടത്തും രണ്ട് റജുല് ഉള്ളോടത്തും ലാ റിജാല പറയാൻ പറ്റുന്നത് കൊണ്ട് ലാ റിജാല എന്നതിൽ എല്ലാ റജുലും ഉൾപ്പെടുന്നില്ല. എല്ലാ റജുലും ഉൾപ്പെടുന്നില്ല. കാരണം ഒരു റജുലുള്ളത് പുറത്തുപോയി, രണ്ട് റജുലുണ്ടായാലും അത് പുറത്തു നിൽക്കുകയാണ്, ലാ റിജാലയിൽ ഉൾപ്പെടുന്നില്ല. ദൂന ലാ റജുല, ലാ റജുലിനെ കൂടാതെ ലാ റജുല, റജിലേ ഇല്ല. അവിടെ ഒരു റജുലും ഉണ്ടാകാൻ പാടില്ല, രണ്ട് റജുലും ഉണ്ടാകാൻ പാടില്ല, മൂന്നിലധികമോ ഒരൊറ്റ കുട്ടിയും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അത് മുഫ്രദ് എല്ലാ അഫ്റാദിനെയും ഉൾപ്പെടുത്തി. ലാ റിജാല എല്ലാ അഫ്റാദിനെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഫഇന്നഹു ലാ യസിഹു, ലാ റജുല എന്നത് സഹിയാവുകയില്ല. ഇദാ കാന ഫീഹാ റജുലുൻ, ആ വീട്ടിൽ ഒരു റജുലുണ്ടായാൽ ലാ റജുല ഫിദ്ദാരി എന്ന് പറയാൻ പാടില്ല, പറ്റൂല. ഔ റജുലാനി, അല്ലെങ്കിൽ വീട്ടിൽ രണ്ട് റജുലുണ്ടായാലും ലാ റജുല എന്ന് പറയാൻ പറ്റൂല എന്നാണ് പറഞ്ഞത്. പിന്നെ വഹാദ, മുസന്നിഫി പറഞ്ഞത് ഏത്? മുഫ്രദിനെ ഇസ്തിഗ്റാഖ് ചെയ്യൽ അശ്മലാണ്. എന്തിനെ ഇസ്തിഗ്റാഖ് ചെയ്യുന്നതിനേക്കാൾ? തസ്നിയയെയും മജ്മൂഇനെയും മുസന്നയെയും ഇസ്തിഗ്റാഖ് ചെയ്യുന്നതിനേക്കാൾ അഫ്ളലാണെന്ന് പറഞ്ഞല്ലോ. അത് ഫിൻ നക്കിറത്തിൽ മൻഫിയത്തി മുസല്ലമുൻ, നഫി ചെയ്യപ്പെട്ട നക്രയിൽ അത് മുസല്ലമാ, ലാ റിജാല പോലെ. ലാ റജുല, അവിടെ അത് മുസല്ലമാണ്. നഫി ചെയ്യപ്പെട്ട നിക്രയില് ലാ റജുല എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കുട്ടിയുമില്ല. ലാ റിജാല എന്ന് പറഞ്ഞാൽ രണ്ടിലധികം റജുലില്ല എന്നാണ്. അവ രണ്ട് റജുലോ മൂന്ന് റജുലോ ഉണ്ടാകാം. ഇവിടെ നഫി ചെയ്യപ്പെട്ട നിക്രയിൽ ഈ പറഞ്ഞ ദഅവ സമ്മതിക്കാം.
അമ്മാഫിൽ മുഅറഫി ബിൽ ലാമി, ലാമു കൊണ്ട് മൈരിഫിയാക്കപ്പെട്ടതിൽ, നഫി ചെയ്യപ്പെട്ട നെക്റയിൽ അത് സമ്മതിക്കാം. അമ്മാഫിൽ മുഅറഫി ബിൽ ലാമി, ലാമു കൊണ്ട് മൈരിഫിയാക്കപ്പെട്ടതിൽ ഫലാ സമ്മതിക്കുകയില്ല. ശുമൂലിനെ നമ്മൾ സമ്മതിക്കുകയില്ല. അശ്മലാണ്, മുഫ്രദാണ് അശ്മല്, മറ്റത് അശ്മലല്ല എന്നുള്ളത് സമ്മതിക്കൂല. കാരണം എന്താ? അതായത് ലാമുകൊണ്ട് മൈരിഫിയാക്കപ്പെട്ടതില്, ലാമുകൊണ്ട് മൈരിഫിയാക്കപ്പെട്ടതിൽ മുഫ്രദാണ് ജമ്മിനേക്കാളും തസ്നിയേക്കാളും അശ്മല് എന്നുള്ളത് സമ്മതിക്കൂല എന്നർത്ഥം. അല്ല മുഫ്രദിൽ ശുമൂലിനെ സമ്മതിക്കൂല എന്നല്ല, ഇതിനേക്കാൾ അശ്മലാണ് എന്നത് സമ്മതിക്കൂല എന്നല്ല. ബലിൽ ജമ്മുൽ മുഅറഫ് ബിലാമിൽ ഇസ്തിഗ്റാഖി, ഇസ്തിഗ്റാഖിന്റെ ലാമോണ്ട് മൈരിഫിയാക്കപ്പെട്ട ജമ്മ്. എവിടെയാണ് ഇപ്പൊ നിങ്ങൾ സ്ഥലം പോയോ? ലാരിജാല, അതെ. വഹാദാഫിൻ നെക്രത്തി, മുസന്നിഫിന്റെ കൗല് ഇസ്തിഗ്റാഖുൽ മുഫ്രദി അശ്മലു എന്നുള്ളത് ഫിൻ നെക്രത്തിൽ മംഫിയത്തി മുസല്ലമുൻ. വഅമ്മാഫിൽ മുഅറഫി ബിൽ ലാമി, ലാമു കൊണ്ട് മൈരിഫിയാക്കപ്പെട്ടതിൽ അത് സമ്മതിക്കൂലാന്നാ, അത് അശ്മലാണെന്നുള്ളത് എന്നല്ല. ബലിൽ ഫലാ സമ്മതിക്കൂല. ബലിൽ ജമ്മുൽ മുഅറഫ് ബിലാമിൽ ഇസ്തിഗ്റാഖി, ഇസ്തിഗ്റാഖിന്റെ ലാമു കൊണ്ട് മൈരിഫിയാക്കപ്പെട്ട ജംഉ യതനാവലു കുല്ല വാഹിദിൻ മിനൽ അഫ്റാദി, അഫ്റാദിൽ നിന്ന് ഓരോന്നിനെയും അത് ഉൾക്കൊള്ളിക്കുന്നത് ഉണ്ട്. മുഫ്രദ് ഉൾക്കൊള്ളിക്കുന്നത് പോലെ. അതിന് ഉദാഹരണം ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, കണ്ടോ? അവിടെ മുസ്ലിമീന ജംആണ്, മുസ്ലിമീന മുസ്ലിമാത്ത്. ഇവിടെ എല്ലാ 3 മുസ്ലിമീങ്ങളായ ആണുങ്ങളും 3 മുസ്ലിമീങ്ങളായ പെണ്ണുങ്ങളും എന്നല്ലല്ലോ അർത്ഥം. മുസ്ലിമായ ഓരോ ആണും പെണ്ണും എന്നാണ് അവിടുത്തെ അർത്ഥം. അവിടെ ഇനി ഇന്നൽ മുസ്ലിമ എന്ന് പറയുമ്പോൾ ഏതൊരു മഖ്സൂദാണോ അവിടെ ഉള്ളത്, ഏതൊരു മഅനയാണുള്ളത്, ആ മഅന ഇന്നൽ മുസ്ലിമീന എന്നതിലുമുണ്ട്. അപ്പോൾ മുഫ്രദും തസ്നിയും ജമ്മും തമ്മിൽ ഈ ലാമ് കടക്കുന്നത് കൊണ്ട് എന്തില്ല, ഇസ്തിഗ്റാഖിനെ മുഫ്രദിനെ ഇസ്തിഗ്റാഖ് ചെയ്യലും തസ്നിയെ ഇസ്തിഗ്റാഖ് ചെയ്യലും ജമ്മിനെ ഇസ്തിഗ്റാഖ് ചെയ്യലും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. അതുപോലെ തന്നെ നോക്ക്, വലിൽ ജമ്മുൽ മുഅറഫ് ബിലാമിൽ ഇസ്തിഗ്റാഖി യതനാവലു കുല്ല വാഹിദിൻ മിനൽ അഫ്റാദ്, അതിന് ഉദാഹരണം നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ അല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു തആല അൽ മുഹ്സിനീന, ഇഹ്സാൻ ചെയ്യുന്നവരെ ഇഷ്ടം വെക്കുന്ന എല്ലാ 3 ഇഹ്സാൻ ചെയ്യുന്ന മുഹ്സിനീങ്ങളെ ഇഷ്ടം വെക്കും എന്നല്ലല്ലോ അതിന്റെ അർത്ഥം. ഓരോ മുഹ്സിനീങ്ങളെയും എന്ന് തന്നെയാണ്. അലാമാ ദക്കറഹു അക്സറു അഇമ്മത്തിൽ ഉസൂലി വന്നഹവി, ഉസൂലിന്റെയും നെഹവിന്റെയും ഇമാമീങ്ങളിൽ നിന്ന് അധികരിച്ചവരും പറഞ്ഞതനുസരിച്ച് ലാം ഇസ്തിഗ്റാഖിന്റെ ലാമു കൊണ്ട് മൈരിഫിയാക്കപ്പെട്ട ജമ്മ് കുല്ലു വാഹിദിനെയും ഉൾക്കൊള്ളിക്കും. മുഫ്രദ് ഉൾക്കൊള്ളിക്കുന്നത് പോലെ ജമ്മും ഉൾക്കൊള്ളിക്കും. വദല്ല അലൈഹിൽ ഇസ്തിഖ്റാഉ, ഇസ്തിഖ്റാഅ് അതിന്റെ മേൽ അറിയിച്ചിട്ടുണ്ട്. വഅശാറ ഇലൈഹി അഇമ്മത്തു തഫ്സീരി, തഫ്സീറിന്റെ ഇമാമീങ്ങൾ അതിലേക്ക് ഇശാറത്തും ചെയ്തിട്ടുണ്ട്. ഏതിലേക്ക്? ഇസ്തിഗ്റാഖിന്റെ ലാമു കൊണ്ട് മഅരിഫയാക്കപ്പെട്ട ജമ്മ് യതനാവലു കുല്ല വാഹിദിൻ മിനൽ അഫ്റാദി, അഫ്റാദിൽ നിന്ന് ഓരോന്നിനെയും ഉൾക്കൊള്ളിക്കും, അല്ലാതെ ഓരോ ജമാഅത്തിനെയല്ല. വഖദ് അസ്ബഅനൽ കലാമ ഫീ ഹാദൽ മഖാമി ഫി ശറഹി, മുത്തവ്വൽ എന്ന ശറഹിൽ ഈ മക്കാമില് സംസാരം നാം വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഫൽ യുത്താലഇ സമ്മ, ആവശ്യമുള്ളവർ അങ്ങോട്ട് പോകാം. ഇനി ഒരു ഇത്തിറാലാണ് പറയുന്നത്, ഇൻഷാ അല്ലാഹ് അത് പിന്നീട് പറയാം. വാഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദി
وآله وصحبه وسلم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله.